ചുരി പാൻറ്റിൻ്റെ കട്ടിങ്ങിന് നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ക്ലോത്തിനെ ക്രോസ് ആക്കിയിട്ടാണ് മടക്കി വെച്ചിട്ടുള്ളത്. 4 ലെയറിൽ ക്രോസ് ആക്കിയിട്ട് മടക്കി വെച്ച് ഇനി നമുക്ക് ആദ്യം തന്നെ ആംഗിൾ റൗണ്ട് മാർക്ക് ചെയ്യാം. ആംഗിൾ റൗണ്ട് മാർക്ക് ചെയ്ത് ആ ഒരു അളവ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നീളം കറക്റ്റായിട്ട് എത്ര ഇഞ്ച് കിട്ടുമെന്നുള്ളത് മനസ്സിലാവുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആംഗിൾ റൗണ്ട് മാർക്ക് ചെയ്യാം. അപ്പോൾ ആംഗിൾ റൗണ്ടിനെ സംബന്ധിച്ച് നമ്മുടെ ഒരു 6 ഇഞ്ചാണ് എടുക്കുന്നത്. ഈ ഒരു ലെവലിൽ 6 ഇഞ്ചോളം എടുക്കുക. ഇതിൻ്റെ ലെങ്ത്ത് ഇപ്പോൾ 48 ഇഞ്ചോളം ലെങ്ത്ത് അയച്ച് വന്നു കഴിഞ്ഞാൽ ഫുൾ ലെങ്ത്ത് 48 ഇഞ്ചോളം വേണം. അപ്പോൾ നമുക്ക് ഇവിടുന്ന് 48 ഇഞ്ചോളം നീളം കിട്ടുന്നുണ്ടോ എന്നുള്ളത് നോക്കണം. 48 ഇഞ്ച് കിട്ടിയില്ലെങ്കിലും ഇവിടുന്ന് മേലേക്ക് 40 ഇഞ്ചെങ്കിലും മേലേക്ക് ലെങ്ത്ത് കിട്ടണം. ബാക്കിയുള്ളത് നമുക്ക് എക്സ്ട്രാ 8 ഇഞ്ചോളം എക്സ്ട്രാ ഈ വേസ്റ്റ് ഭാഗത്ത് നിന്നിട്ട് ഒരു ബാൻഡ് ആക്കാനും മതിയാവും. 40 പ്ലസ് 1 ഇഞ്ച് തയ്യൽ തുമ്പ് കിട്ടും. അങ്ങനെ 41 ഇഞ്ചാണ് വേണ്ടത്. ഇഞ്ച് അതിൻ്റെ മേലേക്ക് ഇപ്പോൾ കിട്ടുന്നുണ്ട്. അത് കറക്റ്റ് സ്ട്രൈറ്റ് ലൈനായിട്ടൊരു മാർക്ക് കൊടുക്കാം. രണ്ട് ഭാഗത്തും മാർക്ക് ചെയ്തിട്ട് നീളം നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. 41 ഇഞ്ച് നീളം കിട്ടിയിട്ടുണ്ട്. ഇനി 8 ഇഞ്ചോളം നമുക്ക് ബാൻഡിന് വേണ്ടിയിട്ട് എക്സ്ട്രാ വേറെ വെക്കേണ്ടതാണ്. അത് നമുക്ക് ലാസ്റ്റ് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു താഴ്ഭാഗം കട്ട് ചെയ്തതിൻ്റെ ലാസ്റ്റിൽ നമുക്ക് അത് കട്ട് ചെയ്താൽ മതി. ഇപ്പോൾ നമുക്ക് ക്രോച്ച് ലെങ്ത്തും വേസ്റ്റിൻ്റെ വണ്ണമൊക്കെ എങ്ങനെയാണ് മാർക്ക് ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം. നമുക്കിവിടെ നീളം കിട്ടിയിട്ടുണ്ട്. ഈ ഭാഗത്താണ് നമ്മൾ അരവണ്ണം മാർക്ക് ചെയ്യുന്നത്. അരവണ്ണം മാർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഒരു മടക്കിൽ നിന്ന് പുറത്തേക്ക് താണ്ടിപ്പോവും. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നീണ്ടു പോകും. അപ്പോൾ അവിടെ നമുക്ക് വേറെ എക്സ്ട്രാ പീസ് വെച്ച് കൊടുത്തിട്ട് ഫില്ല് ചെയ്യേണ്ടത് നമുക്ക് ലാസ്റ്റ് നോക്കാം. അപ്പോൾ അതിൻ്റെ മുന്നേ അതായത് അത് ഫില്ല് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് അവിടുന്ന് താഴേക്ക് നമ്മൾ ക്രോച്ചിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യേണ്ടത്. നമുക്ക് ആദ്യം തന്നെ ക്രോച്ചിൻ്റെ ലെങ്ത്ത് ഇവിടെ തന്നെ മാർക്ക് ചെയ്യാം. ഇവിടെ മാർക്ക് ചെയ്തിട്ട് നേരെ സ്ട്രൈറ്റ് ലൈൻ വരച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ മേലേക്കാണ് എന്ത് വരുന്നത്, നമ്മുടെ ബാൻഡ് വരുന്നത്. 8 ഇഞ്ചോളം നീളത്തിലാണ് ആ ബാൻഡ് വരുന്നത്. അപ്പോൾ ക്രോച്ചിൻ്റെ ലെങ്ത്ത് നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ ആ ഒരു ബാൻഡിൻ്റെ നീളം മൈനസ് ചെയ്തിട്ട് വേണം ക്രോച്ചിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യാൻ. ഇപ്പോൾ ഞാനിവിടെ എനിക്ക് ക്രോച്ചിൻ്റെ ലെങ്ത്തായിട്ട് വേണ്ടത് 12 ഇഞ്ചാണ് ക്രോച്ചിൻ്റെ ലെങ്ത്തായിട്ട് ഞാൻ മാർക്ക് ചെയ്യുന്നത്. 12 ഇഞ്ചിൽ ഈ 8 ഇഞ്ചോളം എന്ത് ചെയ്യണം, നമുക്ക് ഇവിടെ 8 ഇഞ്ചോളം മൈനസ് ചെയ്യാം. ഇതേ 8 ഇഞ്ചോളം ഇവിടെ നിന്ന് മൈനസ് ചെയ്യണം. ഏകദേശം ഈ ഒരു ഭാഗത്താണ് കട്ടിങ് വരുന്നത്. ഇവിടെയാണ് കട്ടിങ് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും സ്റ്റിച്ച് ഇതിന് തൊട്ട് താഴെയായിരിക്കും വരാം. ഈ ഒരു ഭാഗത്തായിരിക്കും സ്റ്റിച്ച് വരാം അല്ലേ. ഈ ഒരു ഭാഗത്തായിരിക്കും സ്റ്റിച്ച് വരാം. അപ്പോൾ നമ്മൾ എവിടെയാണ് ഈ 8 ഇഞ്ച് എന്നുള്ളത് പിടിക്കേണ്ടത്? സ്റ്റിച്ച് വരുന്ന ഭാഗത്തല്ല 8 ഇഞ്ച് എന്നുള്ളത് പിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ആയിരിക്കും സ്റ്റിച്ച് വരാം. നമ്മളിവിടെ കട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഇവിടെ ആയിരിക്കും സ്റ്റിച്ച് വരാം. അപ്പോൾ ആ 8 ഇഞ്ച് മൈനസ് ചെയ്യേണ്ടത് ഇവിടെയാണ് പിടിക്കേണ്ടത്. ആ 8 ഇഞ്ച് പോവേ നമുക്ക് എത്ര ഇഞ്ചാണ് മൊത്തം വേണ്ടത്? 12 ഇഞ്ചാണ് ക്രോച്ചിന് ലെങ്ത്ത് വേണ്ടത്. അപ്പോൾ ആ ക്രോച്ചിൻ്റെ ലെങ്ത്ത് ഏകദേശം ഇവിടെ ഇട്ട് വരും. ഈ ലൈന് നീളത്തിൽ മാർക്ക് ചെയ്യാണ് വേണ്ടത്. ക്രോച്ചിൻ്റെ ലെങ്ത്ത് എവിടെയാണ് വരിക എന്നുള്ളത് നമുക്ക് കിട്ടി. ഇനി ആ ക്രോച്ചിൻ്റെ ലെങ്ത്തിൻ്റെ ഭാഗത്താണ് നമ്മൾ ക്രോച്ചിൻ്റെ വീതി മാർക്ക് ചെയ്യേണ്ടത്. ക്രോച്ചിൻ്റെ വീതി 12 ഇഞ്ചിൽ തന്നെയാണ് മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ചെറിയൊരു വർക്കുണ്ട്. ഞാനിപ്പോൾ ഒരു 40 ഇഞ്ചോളം ഇവിടെ മാർക്ക് ചെയ്ത് 41 ഇഞ്ചോളം മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇതിൻ്റെ ഫുൾ ലെങ്ത്ത് ഇപ്പോൾ നമ്മൾ ലൂസിന് വേണ്ടിയിട്ടുള്ളതും താഴത്തെ ചുരുക്കിന് വേണ്ടിയിട്ടുള്ളതും മാർക്ക് ഇട്ടിട്ടാണ് കൂടുതലെടുത്തിട്ടാണ് ഈ 40 ഇഞ്ച് എന്നുള്ളത് നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ ഇതിൻ്റെ യഥാർത്ഥ നീളം എത്ര ആയിരുന്നു, ഈ ചുരുക്കിനുള്ള സംഖ്യ ഒരു നിശ്ചിത അളവിലാണ് നമ്മൾ ചുരുക്കിടുന്നത് അല്ലേ. ഒരു ഫുൾ നീളത്തെ നമ്മുടെ ഒരു പാൻറ്റിൻ്റെ ഫുൾ നീളം എത്രയാണോ അതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ്, ആ ഒരു അളവിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് മറ്റൊരു അളവ് കിട്ടുന്നതാണ് നമുക്ക് ഈ ഒരു ചുരുക്കിന് വേണ്ട സംഖ്യ. അപ്പോൾ ഇതിൻ്റെ ഫുൾ നീളം കറക്റ്റ് എത്ര ഉണ്ട് എന്നുള്ളതൊന്ന് നമ്മുടെ ക്ലാസ് കണ്ടിട്ട് നമ്മുടെ ഗ്രൂപ്പിലോ അല്ലെങ്കിൽ പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കാം. അതേപോലെ ഈ ക്രോച്ചിൻ്റെ ലെങ്ത്ത്, ക്രോച്ചിൻ്റെ വീതി ഇവിടെ നമ്മുടെ അരവണ്ണത്തിൻ്റെ ലെങ്ത്ത് 12 ഇഞ്ചാണെന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ ക്രോച്ചിൻ്റെ ലെങ്ത്തും 12 ഇഞ്ചാണ്. അപ്പോൾ ഇതിൻ്റെ ശരിക്കുള്ള അരവണ്ണം എത്ര ഇഞ്ചാണ്, ക്രോച്ചിൻ്റെ വണ്ണവും നീളമൊക്കെ എത്ര ഇഞ്ചാണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ക്ലാസ്സിൽ ഗ്രൂപ്പിൽ അറിയിക്കാം കേട്ടോ. ഇപ്പോൾ നമുക്ക് ക്രോച്ചിൻ്റെ ലെങ്ത്ത് കിട്ടി.
നമ്മളിൻ്റെ ക്രോച്ചിൻ്റെ വണ്ണം മാർക്ക് ചെയ്യുന്നത് 12 ഇഞ്ചിൽ തന്നെയാണ്. ആ 12 ഇഞ്ചിൽ ഒരു മാർക്ക് കൊടുക്കാം. ഈ ഭാഗത്തായിട്ടൊരു മാർക്ക് കൊടുക്കാം. പ്ലസ് 3 ഇഞ്ച് കൂടുതൽ എടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ പുറത്തേക്കായിട്ടാണ് നമുക്ക് മാർക്ക് വരുന്നത്. അതായത് ഈ 12ൽ നിന്നും 5 ഇഞ്ച് എന്ന് പറയുന്നത് ഒരു 1/2 ഇഞ്ചോളം നമുക്ക് പുറത്തേക്കായിട്ടാണ് മാർക്ക് വരുന്നത്. ആ 1/2 ഇഞ്ചും ഈ ഒരു ഭാഗത്തേക്കുള്ള ബാക്കി പോയിൻറ്റും കൂടിയിട്ട് ചെറിയൊരു പീസ് നമുക്ക് ഇവിടെ നിന്ന് എക്സ്ട്രാ ആവശ്യമുണ്ട്. അപ്പം അത് കട്ട് ചെയ്തെടുക്കും വേണം. അതിൻ്റെ മുന്നായിട്ട് നമുക്ക് ഇനി ഇവിടെ നീളത്തിൽ താഴേക്ക് വീതി മാർക്ക് ചെയ്യാം. പാൻറ്റിൻ്റെ ആംഗിൾ റൗണ്ട് വരെയുള്ള നീളം മാർക്ക് ചെയ്ത് വരാം. നമ്മുടെ ഈ ഏറ്റവും താഴ്ഭാഗത്ത് നിന്ന് നമ്മൾ ഈ മാർക്ക് ചെയ്ത ഏറ്റവും താഴ്ഭാഗത്ത് നിന്ന് 8 ഇഞ്ച് മേലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. എട്ട് ഇഞ്ച് മേലേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എടുത്ത ആംഗിൾ റൗണ്ട് എത്രയാണോ അതേ സെയിം വണ്ണം തന്നെ ഇവിടെ അങ്ങോട്ടും മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഈ 8 ഇഞ്ച് അത് നമ്മൾ താഴത്തെ ഫ്രില്ല് ആയിട്ട് ലൂസ് താഴത്തെ ഞെരുവ് കൂടുതലായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് 8 ഇഞ്ച് എടുക്കുന്നത്. എല്ലാവർക്കും 8 ഇഞ്ചല്ല, ഈ ഓരോ അളവിനനുസരിച്ച് 8 ഇഞ്ചോ പിന്നെ കുറച്ച് കൂടുതൽ എടുക്കുന്നവരുണ്ട് കേട്ടോ. പക്ഷേ എങ്കിലും നമുക്കൊരു കണക്ക് പ്രകാരം ഇത്ര മതി. ഒരു പാൻറ്റിൻ്റെ നീളം എത്രയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ പാൻറ്റിൻ്റെ നീളത്തിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിപ്പോൾ കുട്ടികൾക്കൊക്കെ എടുക്കുമ്പോൾ 8 ഇഞ്ചൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് കിട്ടുന്ന 8 ഇഞ്ച് എങ്ങനെ കിട്ടി എന്നുള്ളതിൻ്റെ ഒരു അളവുണ്ട്, ഒരു ഫോർമുല ഉണ്ട്. അത് മനസ്സിലായവർ നമ്മുടെ ക്ലാസ്സിൽ അറിയിക്കുക, നേരിട്ടിട്ട് അറിയിക്കുക, മനസ്സിലാവാത്തവരും അറിയിക്കുക കേട്ടോ. അപ്പോൾ 8 ഇഞ്ചിൽ കറക്റ്റ് ഇതേ വീതി തന്നെ ഇങ്ങോട്ടേക്ക് മാറ്റി വേണം. ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്കുള്ള വീതികളൊക്കെ ഈ 8 ഇഞ്ചിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഓരോ ഇഞ്ച് കൂടുതൽ ഇട്ട് കൊടുത്താൽ മതി. അതായത് ഇവിടെ ഞാൻ 6 എടുത്തത് എങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഈ ഭാഗത്തേക്ക് 8 ഇഞ്ചോളം മാർക്ക് ചെയ്ത് കൊടുക്കാം. അതായത് 3 സ്റ്റെപ്പ്. അതായത് ഈ ഒരു ഭാഗം നമ്മൾ കണക്ക് കൂട്ടില്ല, കാരണം ഈ ഒരു ഭാഗം ഏറ്റവും താഴ്ഭാഗത്തേക്ക് വരുന്നൊരു ഭാഗമാണ്. ഇവിടുന്ന് ഫുള്ള് ചുരുങ്ങി കിടക്കുന്ന ഭാഗമാണ്. ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ താഴ്ഭാഗത്ത് ഏറ്റവും താഴ്ഭാഗത്തേക്കായിട്ട് വരും. അവിടെ നിന്ന് മേൽഭാഗത്തേക്ക് എന്ന് പറഞ്ഞാൽ ഏകദേശം മുട്ടിന് തൊട്ട് താഴേക്കായിട്ടായിരിക്കും ഈ ഒരു ഭാഗം വരുന്നത്. അതും താണ്ടി മുട്ടിന് മേൽഭാഗത്തേക്കാണ് ഈ 3ാമത്തെ സ്റ്റെപ്പ് വരുന്നത്. 1, 2, 3 ഈ ഒരു സ്റ്റെപ്പ് വരുന്നത് മുട്ടിന് മേൽഭാഗത്തേക്കാണ്. ബാക്കി വരുന്ന ഒരു ഭാഗം നമുക്ക് മേലെ മാർക്ക് ചെയ്ത നമ്മുടെ ക്രോച്ചിൻ്റെ വീതി മാർക്ക് ചെയ്തതിൽ നിന്ന് നേരെ ഇങ്ങോട്ടേക്ക് ഷേപ്പിൽ ഒരു പാൻറ്റിൻ്റെ കർവിൻ്റെ ഒരു നമ്മുടെ തുളവണ്ണത്തിൻ്റെ ഒരു ഷേപ്പിൽ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടതുള്ളൂ. ഈ ഒരു ഭാഗത്തേക്ക് പ്രത്യേകിച്ച് അളവായിട്ട് നമ്മൾ എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇവിടെ ഇപ്പോൾ ഞാൻ ഒരു 4 ഇഞ്ചോളം തയ്യൽ തുമ്പ് എടുക്കുന്നുള്ളൂ, കൂടുതൽ തയ്യൽ തുമ്പ് എടുക്കുന്നില്ല. വെറും 4 ഇഞ്ച് മാത്രം തയ്യൽ തുമ്പ് എടുത്തിട്ട് കട്ട് ചെയ്യുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഭാഗം മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് എടുക്കാം. ഇനി മേൽഭാഗത്തെ ക്രോച്ചിൻ്റെ ഭാഗവും അതേപോലെ ബാൻഡിനുള്ളതും ആണ് നമുക്ക് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ബാൻഡിനുള്ള പീസ് എവിടെ നിന്നാണ് കിട്ടേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പീസ് നമുക്ക് വേസ്റ്റ് ഭാഗമാണ്. അതിൽ ഈ ഒരു ഭാഗം വരുന്നത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് മടക്കായിട്ടാണ് വരുന്നത്. ഈ ഒരു ഭാഗത്തു നിന്നാണ് നമുക്ക് ബാൻഡിനുള്ള പീസ് എടുക്കേണ്ടത്. ഈ ഒരു ഭാഗത്തു നിന്ന് ഈസി ആയിട്ട് തന്നെ ബാൻഡിനുള്ള പീസ് നമുക്ക് കറക്റ്റായിട്ട് നീളത്തിലോ വീതിയിലോ കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് ബാൻഡിന് വേണ്ടിയിട്ട് എടുക്കേണ്ടതാണ്. അത് മാറ്റി വെക്കാം. നമുക്ക് ഈ ഒരു ഭാഗത്ത് ഒരു 1/2 ഇഞ്ചിയുടെ ഗ്യാപ്പ്, 1/2 ഇഞ്ചിയുടെ കുറവുണ്ടായിരുന്നു. അത് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പീസ് എക്സ്ട്രാ വേണം, അതും കൂടി മനസ്സിലെടുക്കാം.
ഇത് രണ്ടും കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി വേണ്ടത് നാല് ലെയർ പോലെ തന്നെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനായിട്ടുള്ള ഇവിടത്തേക്ക് ആവശ്യത്തിനുള്ള പീസ് എടുക്കാം. നമുക്കൊരു വേസ്റ്റ് പീസാണ് വേണ്ടത്. ആ വേസ്റ്റ് പീസ് കൊണ്ട് തന്നെ നമുക്കിത് കറക്റ്റാക്കിയിട്ട് കട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇവിടെ വേസ്റ്റ് പീസായിട്ട് ഈ ഒരു ഭാഗമാണ് വേസ്റ്റ് പീസായിട്ട് ഞാൻ എടുക്കുന്നത്. 4 ലെയറായിട്ട് തന്നെ നമുക്ക് വേണ്ടത്, പീസ് വേണ്ടത് 4 ലെയറായിട്ട് തന്നെയാണ്. നമുക്കിഷ്ടമുള്ള രീതിയിൽ അതിനെ വെച്ച് കൊടുക്കാം കേട്ടോ. നമുക്ക് കട്ട് ചെയ്യേണ്ട രീതി ഒന്നാണ്. നമുക്ക് ഇങ്ങനെ വെക്കണമെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കാം, അതല്ല ഇങ്ങനെ മതിയെങ്കിൽ ഇങ്ങനെ എടുക്കാം. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ഇത് വെച്ച് കൊടുക്കാം. പീസ് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് വെച്ച് കൊടുക്കാം. തയ്യൽത്തും പടക്കായിട്ട് വെച്ച് കൊടുക്കാം. തയ്യൽത്തും പടക്കായിട്ട് വെച്ച് കൊടുക്കുക എന്ന് പറഞ്ഞത് ഈ ഒരു പീസിന് ഇതിൻ്റെ മേലേക്ക് കയറ്റി വെക്കുന്ന, കാരണം രണ്ടും കൂടി ഒരുമിച്ചിട്ടല്ല നമുക്ക് സ്റ്റിച്ച് ചെയ്ത് ആദ്യം ജോയിൻ ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു ജോയിന് കണക്കാക്കിയതിന് ശേഷം ബാക്കി മാർക്ക് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ഏകദേശം നമുക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് തന്നെ പീസ് കിട്ടും. ഇനി ഈ ഭാഗത്തേക്ക് നമുക്ക് 12 ഇഞ്ചാണ് മാർക്ക് ചെയ്യേണ്ടത്. ആ 12 ഇഞ്ച് ഇവിടെ നിന്ന് ഇങ്ങോട്ട് എവിടെയാണ് വരുന്നത് അതിനനുസരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതിലിപ്പോൾ 12 ഇഞ്ചിക്ക് ഈ തയ്യൽത്തും പടക്കാണ് നമ്മൾ ഈ 12 ഇഞ്ച് എടുത്തിട്ടുള്ളത്. പക്ഷേ ഇവിടുത്തെ ജോയിൻ ഇത് എക്സ്ട്രാ നമ്മുടെ ഈ കട്ടിങ്ങിൽ വരുന്ന ജോയിനാണ്. അപ്പോൾ ഇതിന് വേറെ തന്നെ തയ്യൽത്തുമ്പ് നമ്മൾ കാണണം. ആ വേറെ തന്നെ തയ്യൽത്തുമ്പ് കാണുന്നതാണ് നമ്മൾ ഈ ഒരു പീസിന് ഇതിന് മേലേക്ക് വെച്ചിട്ട് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ വീണ്ടും ഒരു തയ്യൽത്തുമ്പിൻ്റെ ആവശ്യം അവിടെ വരുന്നില്ല. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 12 ഇഞ്ചിൽ ഞാൻ മാർക്ക് ചെയ്തു. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 15 ഇഞ്ചായിരുന്നു വേണ്ടത്. ആ 15 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ ഒരു രീതിയിൽ അതിനെ കട്ട് ചെയ്തെടുക്കാം. നമ്മൾ നോർമൽ പലാസൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു 12 ഇഞ്ചിനെ നമ്മൾ പലാസൊക്കെ നല്ല പെയിൻറ്റിൻ്റെ മട്ടയിൽ 12 ഇഞ്ചിന് നമ്മളിങ്ങനെ ബോക്സ് ആക്കിയിട്ട് ഇതിനകത്തൂടെ നമ്മളിങ്ങനെ കർവ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇപ്പോൾ ഇത് ചുരി പെയിൻറ്റ് ആയതുകൊണ്ട് തന്നെ, പ്രത്യേകിച്ച് ഇവിടെ ജോയിൻറ്റ് വരുന്നത് കൊണ്ട് തന്നെ നമുക്കങ്ങനെ കർവ് ചെയ്യുന്നത് റിസ്ക്കാണ്. അപ്പോൾ ഇങ്ങനെ സ്ട്രൈറ്റ് കട്ട് ചെയ്ത് കൊടുത്താലും മതി. ഓക്കെ, നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് ഇത്ര ജോയിന് ആയിട്ട് വരുന്നുള്ളൂ. നമ്മുടെ ക്ലോത്തിന് വീതി കുറവാണ്. നമ്മൾ മടക്കി വെച്ചിരിക്കുന്ന ഈ ഒരു ക്ലോത്തിന് വീതി കുറവായിരുന്നു എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പീസിൻ്റെ വീതിയും കൂടുതലായിട്ട് വേണ്ടി വന്നില്ല. ഒരു പക്ഷേ ഇവിടുന്ന് കുറച്ചുകൂടി ഇവിടുന്ന് ഇത്രേ വേണ്ടി വന്നിട്ടുള്ളൂ. ഒരു പക്ഷേ ഇവിടുന്ന് ഇത്രത്തോളം പീസ് ആവശ്യമായിട്ട് വരും. നമ്മുടെ ക്ലോത്തിൻ്റെ വീതിക്കനുസരിച്ച് ചിലപ്പോൾ കൂടിയൊന്നും കുറഞ്ഞൊന്നും വരും. ഒരു പക്ഷേ ഈ ഒരു പീസ് ഒട്ടും വേണ്ട എന്നും വരും. നമുക്ക് നീളം കുറച്ചതാണ് ആയിരുന്നെങ്കിൽ ഈ ഒരു ജോയിനിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ നമ്മുടെ ക്ലോത്തിനനുസരിച്ചിട്ട് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് മനസ്സിലാക്കിയെടുക്കാം. ഇപ്പോൾ ഈ ഒരു പീസ് ഇതോടെ തന്നെ ക്ലിയറായി. ഇതോടെ ഈ ഒരു പീസ് ക്ലിയറായി. ഇനി ഇതിൻ്റെ മേലേക്ക് വരുന്ന ബാൻഡാണ് നമ്മൾ തയ്യാറാക്കേണ്ടത്. ഈ ഒരു പീസ് നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മുടെ പാൻറ്റിൻ്റെ ബാക്കി വന്ന വേസ്റ്റ് പീസാണ്. ഇതിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ബാൻഡിനുള്ള വീതി, അതായത് ബാൻഡിനുള്ള സ്ക്വയറായിട്ടുള്ള രീതിയിലുള്ള കട്ടിങ് ഇതിലാണ് കൊടുക്കുന്നത്. നമുക്ക് 12 ഇഞ്ചാണ് വീതി വേണ്ടത്. 12 ഇഞ്ചിൽ 2 ലെയറാണ് ഇപ്പോൾ ഇത്. ഇങ്ങനെ 4 ലെയറായിട്ടാണ് നമുക്ക് 12 ഇഞ്ചിലുള്ള വീതി നമുക്ക് 4 ലെയറായിട്ടാണ് കിട്ടേണ്ടത്. ഓക്കെ, 4 ലെയറാക്കിയാണ് മടക്കി വെച്ചതിന് ശേഷം 12 ഇഞ്ച് ഇങ്ങോട്ടുള്ള വീതിയും നീളം 10 ഇഞ്ചെങ്കിലും കിട്ടണം. കാരണം 8 ഇഞ്ചാണ് വീതി നമുക്ക് വേണ്ടത്. ബാൻഡിൻ്റെ നീളം 8 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ 8 ഇഞ്ച് പ്ലസ് 2 ഇഞ്ച് മേലത്തെ ഭാഗം മടക്കി തയ്ക്കാൻ നമുക്ക് ഇലാസ്റ്റിക് വെക്കാനുള്ള ഭാഗമാണത്. അപ്പോൾ ടോട്ടൽ ഇറക്കം 10 ഇഞ്ചും വേണം, വീതി 12 ഇഞ്ചും വേണം. അപ്പോൾ വീതിക്കുള്ളത് നമുക്ക് ഇവിടെ ഏകദേശം ഓക്കെയാണ്. നീളത്തിനുള്ളത് ഓക്കെ അല്ല. ഓക്കെ, 8 ഇഞ്ച് ഓക്കെ അല്ല. അപ്പോൾ 10 ഇഞ്ചോളം എടുക്കാം. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 10 ഇഞ്ചായിട്ട് മാർക്ക് ചെയ്യാം. കട്ട് ചെയ്യാം. ഇപ്പോൾ നോക്കാം, നമുക്ക് ഇവിടെ ഒരു പീസ് കുറവ് വന്നിട്ടുണ്ട്. ഈ ഒരു കുറവ് നമുക്ക് ഇവിടെ നിന്ന് വരില്ല. കാരണം നമ്മുടെ ഈ ക്ലോത്ത് മടക്കി വെക്കുന്ന സമയത്ത് ഈ മടക്ക് വരുന്ന ഭാഗം, അതായത് ഈ ഒരു ഭാഗത്തു നിന്നാണ് നമ്മൾ ആ ഒരു മടക്ക് വരുന്നത് ഈ ഒരു ഭാഗത്തായിരുന്നു. നമ്മുടെ ഈ ഒരു ഭാഗത്ത് നമ്മൾ
അരവണ്ണം മാർക്ക് ചെയ്യുന്നതിന് പകരം ഈ ഒരു ഭാഗത്ത് നമ്മൾ പാൻറ്റിൻ്റെ താഴത്തെ ആംഗിൾ റൗണ്ട് മാർക്ക് ചെയ്തതായിരുന്നുവെങ്കിൽ ഇങ്ങനൊരു പീസിൻ്റെ കുറവ് നമുക്ക് വരില്ലായിരുന്നു. നേരെ ഓപ്പോസിറ്റ് നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം. പക്ഷേ എങ്കിലും വീതി കുറഞ്ഞ ക്ലോത്താണ് എങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു പീസിൻ്റെ കുറവ് വന്നേക്കാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാം, ഈ ഒരു ഭാഗത്ത് നമുക്ക് ഇവിടെ നമ്മൾ പീസ് വെച്ച് കൊടുത്തതുപോലെ തന്നെ ഇവിടെ നമ്മൾ പീസ് വെച്ച് കൊടുക്കാം. കഴിയുന്നതും അങ്ങനെ പീസ് വെച്ച് കൊടുക്കാത്ത രീതിയിൽ കട്ട് ചെയ്യാൻ നോക്കാം. ഞാനിപ്പോൾ കട്ട് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്കത് മനസ്സിലാക്കി തരാം. എന്ന് പറഞ്ഞാൽ പീസ് തികഞ്ഞില്ല എങ്കിൽ എന്ത് ചെയ്യണം, വേസ്റ്റ് പീസ് നമുക്ക് ധാരാളം കിട്ടും. ആ വേസ്റ്റ് പീസിൽ നിന്ന് എന്ത് ചെയ്തെടുക്കാം, കട്ട് ചെയ്തെടുക്കാം. ആ വേസ്റ്റ് പീസിൽ നിന്ന് തന്നെ നമുക്ക് ഈ ഒരു പീസിനെ ജോയിൻ ആക്കിയിട്ട് കൊണ്ടുവരാം. ഓക്കെ, തുടർന്ന് വെച്ച് കൊടുക്കുമ്പോൾ താഴേക്കും കുറച്ച് ഇറക്കി വെക്കുക. അതായത് തയ്യൽ തുമ്പ് കുറച്ച് ഇറക്കിയിട്ട് താഴേക്കും ഈ സൈഡിലേക്കും കുറച്ച് തയ്യൽ തുമ്പ് ഇറക്കിയിട്ട് ഇങ്ങനെ വെക്കാം. രണ്ട് ഭാഗത്തും കുറച്ച് കൂടുതലാക്കിയിട്ട് വെക്കാം. ഓക്കെ, അതിനുശേഷം നമ്മൾ ഈ പീസിനെ ഇറക്കി വെക്കാം. ഇത് നമുക്ക് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. എത്രയാണോ നമുക്ക് ആവശ്യത്തിനുള്ളത് വെച്ചാൽ കട്ട് ചെയ്ത് കൊടുക്കാം. കാരണം നമ്മൾ രണ്ട് ഭാഗത്തും തയ്യൽ തുമ്പിലുള്ളത് രണ്ട് ഭാഗത്തും എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇത് സ്റ്റിച്ച് ചെയ്ത് വന്നു കഴിഞ്ഞാൽ രണ്ട് ഭാഗത്തേക്കും കയറി വന്നു കഴിഞ്ഞാൽ കറക്റ്റായിരിക്കും. തയ്യൽ തുമ്പൊക്കെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. പിന്നെ ഇപ്പോൾ ബാൻഡിനുള്ളതായി താഴത്തെ ബോട്ടം ഭാഗമായി ഇതേ സൈഡിലേക്കുള്ള തയ്യൽ തുമ്പ്, സൈഡിലേക്കുള്ള പീസുമാണ് ജോയിൻ പീസുമായി. നമുക്കിതിൽ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. വേറെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി മാത്രമേ ഉള്ളൂ കേട്ടോ. സ്റ്റിച്ച് ചെയ്തിട്ട് വരാം.